Chapter 3 Matrices. Chapter 3 Matrices. ഒരു മെട്രിക്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഈ മെട്രിക്സ് എന്ന് പറയുന്നത്, എന്താണ്, എങ്ങനെയാണ് മെട്രിക്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒക്കെയാണ്. അപ്പോൾ മെട്രിക്സിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് മെട്രിക്സ് ഈസ് എ ordered rectangular array of numbers. അപ്പോൾ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡേഡ് പെയറോ ഓർഡേഡ് റെക്റ്റാങ്കുലർ array of numbers or functions. അപ്പം നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫങ്ഷൻസിനെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഓർഡർലി ആയിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഉള്ളി റിയൽ നമ്പേഴ്സിനെയാണ് ഇവിടെ മെട്രിക്സിനകത്ത് നമ്മുടെ മെട്രിക്സിനകത്ത് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഫങ്ഷൻസ് ടേക്കിംഗ് റിയൽ വാല്യൂസ്. അപ്പോൾ ഒരു ഓർഡർലി ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റിനെ നമ്മൾ പറയുന്നത് ordered rectangular array of numbers or functions arranged into rows and columns. എന്താണ് ഈ റോസ് ആൻഡ് കോളംസ് എന്നുള്ളത് പറഞ്ഞത്? അപ്പോൾ ഈ നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഇവിടെ നല്ല റിയൽ നമ്പേഴ്സും ഫങ്ഷൻസ് ആണെങ്കിലും ടേക്കിംഗ് റിയൽ വാല്യൂസ് വരുന്ന ഫങ്ഷൻസാണ് നമ്മൾ എടുക്കുന്ന ഈ മെട്രിക്സിനകത്ത് നമ്മൾ കാണിക്കുന്നു. ഇവിടെ അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു ഓർഡർലി അറേഞ്ച്മെൻറ്റാണ് നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫങ്ഷൻസിനെ റോ ആയിട്ട് കോളമായിട്ട്. ഈ റോ എന്താണെന്ന് നോക്കാം. റോ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഞാനിവിടെ ഇരുന്നു ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് അറിയാം, വെർട്ടിക്കൽ ലൈൻ 1 2, പിന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് എലമെൻറ്റ്സ് കോൺസെപ്റ്റ്. ഇത് ചേർന്നൊരു റോയാണ്, ഇതൊരു റോ കോൺസ്റ്റിറ്റ്യൂട്ട് റോ. ഇനി അടുത്ത കോളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. 4 5 6 വെർട്ടിക്കൽ ലൈൻ ഓഫ് എലമെൻറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് കോളം. ദിസ് കോളം റോയും കോളം. ഇപ്പം നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫങ്ഷൻസിനെ ദോസ് ഹാവിങ് റിയൽ നമ്പേഴ്സ്, ഫങ്ഷൻസ് ഹാവിങ് റിയൽ വാല്യൂസ്, ഇങ്ങനെയുള്ള റിയൽ നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫങ്ഷൻസ് ടേക്കിംഗ് റിയൽ വാല്യൂസ് ഉള്ള ഫങ്ഷൻസിനെ നമ്മൾ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. റോ വൈസും കോളം വൈസും ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിനെ രീതിയിൽ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ പറയുന്നത് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഏതിനകത്താണ് മെട്രിക്സിനെ നമ്മൾ എഴുതുന്നത്? സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് സാധാരണ മെട്രിക്സിനെ, ഈ നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫങ്ഷൻസിനെ, റിയൽ ഫങ്ഷൻസിനെ, ഫങ്ഷൻസ് ടേക്കിംഗ് റിയൽ വാല്യൂസിനെ അല്ല റിയൽ നമ്പേഴ്സിനെ ഈ മെട്രിക്സിനകത്താണ്, ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഞാൻ ഒരു റിയൽ നമ്പേഴ്സ് എഴുതുകയാണ് 1 2 5 7. ഇങ്ങനെ ഞാൻ എഴുതിയപ്പോൾ ഇതൊരു മെട്രിക്സ് എന്നുള്ള രീതിയിലായി. നമ്മൾ റെക്ടാങ്കുലർ array of numbers arranged into rows and columns. അപ്പോൾ ഇവിടെ എത്ര റോ ഉണ്ട് എത്ര കോളം ഉണ്ടെന്ന് നോക്കാം. 1 2 ചേർത്തൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം, 5 7 ചേർത്തൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇത് റോ 1 R1 ആയി. 5 7 ചേർത്തൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, അതിന് R2 എന്ന് പേര്, റോ 2. അപ്പോൾ ഇതിന് 2 റോ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇനി ഞാൻ 1 5 ചേർത്തൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും, അത് കോളംസ്, C1 പേര്. 2 7 ചേർത്തൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും, അപ്പോൾ അതിന് കോളം. അപ്പോൾ ഇത് ഒരു മെട്രിക്സ് 2 റോയും 2 കോളവും ഉള്ള 2 കോളവുമായിട്ട് ഈ നമ്പേഴ്സിനെ, ഈ റിയൽ നമ്പേഴ്സിനെ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതും. ഇങ്ങനെ എഴുതുന്ന ഇതിനെയാണ് നമ്മൾ പറയുന്നത് മെട്രിക്സ്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് മാത്രമല്ല, നമുക്ക് സിമ്പിൾ ബ്രാക്കറ്റ്, ഇങ്ങനെയുള്ള ബ്രാക്കറ്റും യൂസ് ചെയ്യാവുന്നതാണ്. മെട്രിക്സ് നമ്മളിതിനകത്ത് ഇങ്ങനെ വേണമെങ്കിലും എഴുതാവുന്നതാണ്.
മാട്രിക്സിനെ നമുക്ക് ഈ ബ്രാക്കറ്റ് ഉപയോഗിച്ച് സിമ്പിൾ ബ്രാക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് അതിനകത്ത് ഈ നമ്പേഴ്സിനെ റിയൽ നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫങ്ഷൻസ് ടേക്കിംഗ് റിയൽ വാല്യൂസിനെ എഴുതാം. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലയിടത്തൊക്കെ വളരെ എളുപ്പമായിട്ട് എഴുതേണ്ട അവസരമൊക്കെ വരും. പെട്ടെന്ന് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷനെ സ്റ്റേറ്റ്മെൻ്റ് രീതിയിൽ എഴുതാനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല എന്നിരിക്കും. അങ്ങനെ ഒരു നമുക്കിത് വേണമെങ്കിൽ ഒരു ചിലയിടത്തൊക്കെ ഒരു കോഡായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ABCD ഞാനൊരു എ എന്നുള്ള ABCD എന്ന് പറയുന്നത് ഒരു ക്വാർട്ടർ ലെറ്റർ, അതിൻ്റെ വെർട്ടിസസ് ക്വാർട്ടർ ലെറ്റർ, അതിൻ്റെ വെർട്ടിസസ് 10 A10 നൽകുന്നു, B 24 C 36 D 56. These are the ABCD are the vertices of a quarter letter ABCD. അപ്പോൾ ഇത്രയും നമുക്ക് എഴുതണം, ആർ ദി വെർട്ടിസസ് ഓഫ് എ ക്വാർട്ടർ ലെറ്റർ ABCD. അപ്പം നമ്മൾ വേഗത്തിൽ ഇത് അപ്പോൾ അത്രയും എഴുതാനുള്ള ടൈം എടുക്കുന്നതിന് നമുക്ക് എഴുതാം. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് വേഗം നമ്പേഴ്സ് 10 24 36 57 ഇങ്ങനെ കൊടുക്കുക. ഇവിടെ ABCD എന്ന് കൊടുത്താൽ മതി. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എയുടെ വെർട്ടിസസ് ആണ്, ബിയുടെ വെർട്ടിസസ് ആണ്, സിയുടെ വെർട്ടിസസ് ആണ്, ഡിയുടെ വെർട്ടിസസ് ആണെന്ന് നമുക്ക് ഈ രീതിയിൽ എഴുതാം. അപ്പം ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റായിട്ട് ഇൻഫർമേഷൻ ഇങ്ങനെ രീതിയിൽ ഇങ്ങനെ എഴുതുന്നതിന് പകരം സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ഇങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എ എന്നുള്ള വെർട്ടിസസ് ആണ്, എയുടെ വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് ആണ്, ബി എന്നുള്ള വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ് ആണ്, സി എന്നുള്ള വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ് ആണ് എഴുതിയിരുന്നത്, ഡിയുടെ വെർട്ടിസസ് നമുക്ക് മനസ്സിലാകാം. അപ്പോൾ ഇതിന് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സൈഡായിട്ട് എഴുതാം. ഇതിപ്പം ABCD ഇങ്ങനെ കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. മാട്രിക്സ് നമ്മൾ എഴുതിയത് 10 താഴെ, ഇത് റോ വൈസ് എഴുതാം. 10 24 36 5 ഇങ്ങനെ എഴുതിയപ്പോൾ ഇവിടെ എ എന്നുള്ള എ കൊടുത്തു, ഇവിടെ ബി കൊടുത്തു, സി കൊടുത്തു, ഡി. അങ്ങനെ ഈ രീതിയിൽ വേണമെങ്കിലും സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഈ നമ്പേഴ്സിനെ റിയൽ നമ്പേഴ്സിനെ ഈ രീതി വേണമെങ്കിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ABCD ആർ ദി വെർട്ടിസസ് ഓഫ് എ ക്വാർട്ടർ ലെറ്റർ ABCD. അതിനെ നമ്മൾ മെട്രിക്സ് റോ വൈസും കോളം വൈസും അറേഞ്ച് ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്തിട്ട് എഴുതി. ഇതൊരു മെട്രിക്സ് ആണ്, ഇരിക്കുന്നൊരു മെട്രിക്സ് രീതിയിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Any point in this plane, PXY is any point in this plane. Then P is any point in this plane 10 is any point in this plane. P is any point in the plane. അപ്പോൾ എനിക്ക് എത്രയും എഴുതാൻ നമുക്ക് അത്രയും സമയം വേണ്ടി വരില്ല. പിന്നെ ഞാനൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഞാനിങ്ങനെ എഴുതുന്നു 10. ഇങ്ങനെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പി എന്ന് പറയുന്ന പോയിൻ്റ് പ്ലെയിൻ്റെ ഒരു പോയിൻ്റാണ്, അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് 10. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, പി ഇങ്ങനെ ഇട്ടിട്ട് റോ വൈസ് എഴുതാം, റോ ആയിട്ട് എഴുതാം. ഇങ്ങനെ വേണമെങ്കിൽ ഇതിനെ അപ്പം എനി പോയിൻറ്റിൻ്റെ പ്ലെയിനെ നമുക്ക് ഈ രീതിയിൽ മെട്രിക്സ് രീതിയിൽ എഴുതാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ കൊടുക്കുന്നു. ഒരു എക്സാമ്പിൾ നമുക്കെടുക്കാം. Consider the following information regarding the number of men and women workers in 3 factories. 3 ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന മെൻ വർക്കേഴ്സിൻ്റെയും വുമൺ വർക്കേഴ്സിൻ്റെയും മെൻ വർക്കേഴ്സ് വുമൺ വർക്കേഴ്സ് ഈ മെൻ വർക്കേഴ്സ് ആൻഡ് വുമൺ വർക്കേഴ്സ് വർക്കിംഗ് ഫാക്ടറി 1, ഫാക്ടറി 1, ഫാക്ടറി 2, ഫാക്ടറി 3 ഇതാണ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഇത് 25 എന്ന് കൊടുക്കുക, ഇത് 20, 30, 35 എന്ന് കൊടുത്ത് 15, 25 ഇങ്ങനെയാണെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷന് 3 ഫാക്ടറി വർക്ക് ചെയ്യുന്ന മെൻ വർക്കേഴ്സ് ആൻഡ് വുമൺ വർക്കേഴ്സിൻ്റെ എണ്ണമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷനെ നമുക്ക് മെട്രിക്സ് ആക്കി എഴുതണം. അപ്പോൾ മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. ഈ ഇൻഫർമേഷൻ ഞാൻ ഇവിടെ എഴുതാണ് 25, 20, 30, 35, 50 ഇങ്ങനെ ഇട്ടാൽ മെൻ വർക്കേഴ്സ് വുമൺ
നമ്മൾ വർക്കേഴ്സ് ഇവിടെ 1 2 3 ഇട്ടാണ് ടൈപ്പ് 3 1 ടാപ്പ് ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷനെ നമ്മളൊരു മെട്രിക്സ് രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. റോ വൈസും കോളം വൈസും അറേഞ്ച് ചെയ്ത് എഴുതിയേക്കുക. അപ്പോൾ ഇതൊന്നുകൂടെ നമുക്കിത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ മെട്രിക്സിൽ കാണുമ്പോൾ തന്നെ അതിനുള്ള ഒരുപാട് വിവരിച്ച എക്സ്പ്ലനേഷൻ എഴുതാതെ തന്നെ ഈ മെട്രിക്സ് കാണുമ്പോൾ തന്നെ അതിനെപ്പറ്റിയുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാകുന്നതാണ്. ഇപ്പം ജനറലായിട്ട് നമുക്കൊരു M/N മെട്രിക്സ് എഴുതാം. ഒരു M/N മെട്രിക്സിൻ്റെ ജനറൽ ഫോമാണ് ജനറൽ M/N മെട്രിക്സ് എങ്ങനെയിരിക്കുന്നു. അപ്പം മെട്രിക്സിന് നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്ത പേര് കൊടുക്കും, ക്യാപിറ്റൽ. അതുപോലെ ഇതിനകത്ത് എലമെൻറ്റ്സ് എപ്പോഴും സ്മോൾ ലെറ്ററിലായിരുന്നു. എലമെൻറ്റ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇതിനെ പറയുന്നത് ഇപ്പോൾ ഇതിന് ഞാൻ A1 എന്ന് കൊടുത്തു. ഇതിനെ പറയുന്ന പേര് എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് പറയും. മെട്രിക്സിനകത്ത് വരുന്ന എലമെൻറ്റ്സിന് എഴുതുന്ന നമ്പേഴ്സിനെ ഫങ്ഷൻസ് ടേക്കിംഗ് റിയൽ വാല്യൂസിനെ എലിമെൻറ്റ്സ് ഓർ എൻട്രീസ് എന്നാണ് പറയുന്നത്. ഒരു M/N മെട്രിക്സ് ഞാൻ എഴുതുവാണ്. A1 A1 ഇതിനകത്ത് എലമെൻറ്റ്സ് ആണ് A13 A14 A1n. അടുത്ത അതിനിപ്പോൾ ഇവിടെ എന്താണ്, അപ്പോൾ അതിന് മുമ്പ് എത്ര റോ ഉണ്ട് എത്ര കോളം ഉണ്ട് എന്ന് നമുക്ക് പറയുന്നതിന് മുമ്പ് അതൊന്നൊരു കാര്യം ചെയ്യുന്നത് അതുകൊണ്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ജനറൽ M/N മെട്രിക്സ് എടുക്കാം. ഒരു മെട്രിക്സിൻ്റെ ഓർഡർ ഓഫ് ഈ മെട്രിക്സ് അപ്പോൾ അതായിരിക്കണം. നമുക്ക് M/N മെട്രിക്സ് എടുത്താൽ അത് കഴിഞ്ഞിട്ട് എഴുതിയാണ്. അപ്പോൾ ഒരു ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം എന്നുള്ള മെട്രിക്സ് ഒരു മെട്രിക്സ് ഞാനങ്ങ് എഴുതുന്നു 2 5 7 3 4 2 by 3 ഇത് എത്ര ഏത് മെട്രിക്സാണെന്ന് നമുക്കറിയത്തില്ല. അതിൻ്റെ ഓർഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം നമ്പർ എത്ര റോസ് ഉണ്ട് ഈ മെട്രിക്സിനകത്ത്. റോസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹൊറിസോണ്ടൽ ലൈൻ, എത്ര ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു. ഈ നമ്പറിനെ ചേർത്ത് 2 5നെ ചേർത്ത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ, 7 3യെ ചേർത്ത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ, 4 2നെ ചേർത്ത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ. എങ്ങനെ എത്ര ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു? അപ്പോൾ ആദ്യം അത് ഹൊറിസോണ്ടൽ ലൈനിൻ്റെ എണ്ണം ആദ്യം ഇവിടെ എഴുതാം. ദെൻ അതിനുശേഷം വെർട്ടിക്കൽ ലൈൻ ഓഫ് എലമെൻറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് കോളം എന്ന് പറയും. അപ്പോൾ 2 7 4നെ ചേർത്ത് എനിക്കൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. 5 3 2നെ ചേർത്ത് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. അപ്പോൾ എത്ര വെർട്ടിക്കൽ ലൈൻ വരച്ചു? 2. അപ്പോൾ അത് വേണം സെക്കൻഡ് എഴുതാൻ. അപ്പോൾ ആദ്യം ഞാൻ എഴുതിയത് 2 5നെ ചേർത്ത് ഹൊറിസോണ്ടൽ ലൈനിൻ്റെ എണ്ണമാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത് വെർട്ടിക്കൽ ലൈനിൻ്റെ എണ്ണമാണ് എഴുതിയത്. അപ്പോൾ ഇത് രണ്ടിനും വേണ്ടിയിട്ട് ഒരു ഇൻറ്റു മാർക്ക് ചേർക്കും. ഇത് വായിക്കുന്നത് 3 × 2 എന്ന് വായിക്കരുത്, 3/2 മെട്രിക്സ് വായിക്കേണ്ടത്. 3/2 മെട്രിക്സ് എന്നാണ് വായിക്കേണ്ടത്. അപ്പം എത്ര റോ ഉണ്ടോ ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കത്തുള്ളൂ. ഇത് ലൈനൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ തുടക്കമായതുകൊണ്ട് ലൈൻ വരച്ച് ഹൊറിസോണ്ടൽ ലൈൻ എത്ര എണ്ണം വരുന്നോ അതിൻ്റെ എണ്ണം, വെർട്ടിക്കൽ ലൈൻ എത്ര എണ്ണം വരുന്നോ അതിൻ്റെ എണ്ണം എന്ന് പറഞ്ഞത്. പിന്നെ അതിന് ശേഷം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേറെ ഒരു അതിന് ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ നമ്മളിങ്ങനെ വരച്ചൊന്നും നോക്കത്തില്ല. എത്ര ഹൊറിസോണ്ടൽ ലൈനുണ്ട് അതാണ് റോ. ലൈൻ ഓഫ് എലമെൻറ്റ്സ് വരുന്നുണ്ട്, അത് ചേർന്ന് റോയാണ്. എത്ര വെർട്ടിക്കൽ ലൈൻ ഓഫ് എലമെൻറ്റ്സ് വരുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് ചേർന്ന് കോളമാകും. അപ്പം ആ മെട്രിക്സ് നമുക്ക് പെട്ടെന്ന് എഴുതാവുന്നേ ഉള്ളൂ. അപ്പം B = ഞാൻ അനദർ മെട്രിക്സ് എടുക്കും 1 5 2 7. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ നമുക്ക് ലൈനൊന്നും വരച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഹൊറിസോണ്ടൽ ലൈൻ എത്രയാണെന്ന് മനസ്സിലിങ്ങനെ നോക്കിയാൽ മതി. ഒരു ഹൊറിസോണ്ടൽ ലൈൻ 1 5 കൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, 2 7 കൂടെ ഒരു ഹൊറിസോണ്ടൽ. അപ്പോൾ ഞാൻ എഴുതിയത് 2 എന്ന് എഴുതി. ഇനി 1 2 കൂടി ഒരു വെർട്ടിക്കൽ ലൈൻ, 5 7 കൂടെ ഒരു വെർട്ടിക്കൽ ലൈൻ. എത്ര വെർട്ടിക്കൽ ലൈൻ ഉണ്ട്? 2. ഇടയ്ക്ക് എന്താ ഉണ്ട്? വായിക്കേണ്ടത് 2/2 മെട്രിക്സ് എന്ന് വായിക്കും. ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യാം ഒരു ജനറൽ M/N മെട്രിക്സ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്കറിയാം എം എന്തിനെ സൂചിപ്പിക്കുന്നു? റോയെ. N എന്തിനെ സൂചിപ്പിക്കുന്നു? കോളത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എത്ര റോ എത്ര കോളമുണ്ട്? M റോയും
n കോളമുള്ള ഒരു മെട്രിക്സ് ആണ് എന്ന് നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ ആ മെട്രിക്സിന് നമുക്ക് പേര് കൊടുക്കാം. എപ്പോഴും മെട്രിക്സിനെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്താണ് എഴുതുന്നത്. ഇതിനകത്ത് എലമെൻറ്റ്സ് ഞാൻ എഴുതാൻ പോവാണ്. A11 എന്ന് പറയുന്ന പേരുണ്ട് എലമെൻറ്റ്സ് ഓർ ഇതിനകത്ത് എലമെൻറ്റ് ഈ മെട്രിക്സിന് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇതിനകത്ത് വരുന്ന എലമെൻറ്റ്സിന് പറയുന്ന പേര് എലമെൻറ്റ്സ്. ഇതിനകത്ത് നമ്പേഴ്സ് റിയൽ നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ടേക്കിംഗ് വാല്യൂസ് എടുക്കുന്ന പേര് എലമെൻറ്റ്സ് എന്നാണ്, അല്ലെങ്കിൽ എൻട്രീസ്. ഇപ്പോൾ A11 A12 A1 എത്ര കോളം ഉണ്ട്? n കോളം. ഫസ്റ്റ് റോയിലാണ്, ഒന്നാമത്തെ റോയാണിത്. n കോളം വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ n കോളം. അപ്പോൾ A1 n വരെ എഴുതാം. അടുത്ത് സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ A21 A22 A33 എക്സെട്ര A2 ഇവിടെ വരെ എഴുതണം, n വരെ. അടുത്ത തേർഡ് റോ എഴുതുമ്പോൾ A3 A31 A32 A33 എക്സെട്ര A3n. അങ്ങനെ നമുക്ക് എവിടം വരെ എഴുതണം? എത്ര റോ ഉണ്ട്? m. അപ്പോൾ AM1 AM2 AM3 എക്സെട്ര AM ഡി ബ്രാക്കറ്റ് എന്ന് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഇതിലെഴുതുന്ന ഓരോന്നിനും പറയുന്ന പേര് എൻട്രീസ് ഓർ എലമെൻറ്റ്സ്. A11 A12 A13 എല്ലാം പറയുന്ന പേര് എലമെൻറ്റ്സ് ഓർ എൻട്രീസ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഈ ഒരു മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഓർഡർ താഴെ നടുകൂടി ഇവിടെ ഈ മെട്രിക്സ് എഴുതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓർഡർ ഇങ്ങനെ കാണിക്കുന്നത് m/n മെട്രിക്സ് ആണ് എന്ന് കാണിക്കാനായിട്ട് ഈ രീതിയിൽ എഴുതാറുണ്ട്. ചില കേസിൽ നമുക്കിപ്പോൾ ഇങ്ങനെ അങ്ങ് നിരത്തി എഴുതാൻ നമുക്ക് ചില സമയങ്ങളിൽ നമുക്കത് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ചുരുക്കത്തിൽ ഇതൊരു അബ്രിവിയേഷൻ കാണിക്കാം. A = മെട്രിക്സ് AIJ ഇത്ര എഴുതുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓർഡർ താഴെ എഴുതുന്നു. m/n. I എന്ന് പറയുന്ന റോയെ സൂചിപ്പിക്കുന്നു. ഐയുടെ വാല്യൂ എവിടം വരെയുണ്ട്? 1 തൊട്ട് m വരെ. ജെയുടെ വാല്യൂ എത്ര തൊട്ട്? ജെയുടെ വാല്യൂ 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 കോളം ജെ എന്ന് പറഞ്ഞാൽ കോളത്തിനെ സൂചിപ്പിക്കുന്നത്. 1 < j < എത്ര കോളം ഉണ്ട്? n. അപ്പോൾ I 1 തൊട്ട് m വരെ എടുക്കും വാല്യൂസ്. ജെയുടെ വാല്യൂ 1 തൊട്ട് n. m എന്ന് പറഞ്ഞാൽ റോയെയാണ് സൂചിപ്പിക്കുന്നത്. n എന്ന് പറഞ്ഞാൽ കോളം, നമ്പർ ഓഫ് കോളംസ്. അതാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കി എടുക്കുക. അപ്പം ഇതിനകത്തുള്ള ഏത് എലമെൻറ്റിനെ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പം ഞാനിവിടെ A23 ഏത് എലമെൻറ്റ് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം തേർഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്, ഇതിനകത്ത് തേർഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ് ഏതാണ്? അപ്പോൾ എന്താണ്? അപ്പോൾ ആദ്യം നമ്മൾ കണ്ണു വരേണ്ടത് തേർഡ് റോ ഏതാണെന്ന് നോക്കി. തേർഡ് റോ 1 2 മൂന്നാമത്തെ റോയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. തേർഡ് റോയാണ് സെക്കൻഡ് കോളം. സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നാമത്തെ വെർട്ടിക്കൽ ലൈൻ, രണ്ടാമത്തെ വെർട്ടിക്കൽ. അപ്പോൾ തേർഡ് റോയും സെക്കൻഡ് കോളം, തേർഡ് റോയും സെക്കൻഡ് കോളം, അത് രണ്ടും കൂടെ വരുന്ന ഏത് എലമെൻറ്റാണ്? അവിടെ മാറും. ആ എലമെൻറ്റ് ഏതാണ്? തേർഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ് പേരെന്താണ്? A3. അങ്ങനെ ഇതുപോലെ ഓരോ എലമെൻറ്റും കണ്ടുപിടിക്കാം. A23 ഏത് റോയിലെ ഏത് കോളത്തിലാണ്? ഏത് റോയിലാണ്? റോ ആണ് ആദ്യം 2. സെക്കൻഡ് റോയിലാണ് തേർഡ് കോളം. ഇത് 1 2 3 താഴോട്ടുള്ളത് കോളം. അപ്പോൾ ഏത് എലമെൻറ്റാണ്? A23. സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെൻറ്റാണ് A23 എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതാണ് മാട്രിക്സിൻ്റെ ഒരു ജനറൽ m/n മാട്രിക്സ്. ഇനി നമുക്ക് ഇങ്ങനെ വെച്ച് ഒരു മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ജനറൽ മാട്രിക്സ് തരികയുള്ളൂ. ആ മാട്രിക്സ് വെച്ച് നമുക്ക് ഇതിനകത്ത് മാട്രിക്സ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. കൺസ്ട്രക്ട് 2x2 matrix. Construct
A, construct a 2 by 2 matrix. 2 by 2 matrix. And A equal to matrix AIG. AIGയുടെ ഫോം എന്താണ് നോക്കാം. AIG is equal to തന്നിട്ടുണ്ട് I plus 2j the whole square. I plus 2j the whole square by 2. I plus 2j the whole square by 2 ആണ് ഇതിനകത്ത് എലമെൻസിൻ്റെ ജനറൽ ഫോം. അങ്ങനെയാണെങ്കിൽ ഒരു 2 by 2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറയുന്നത്. 2 by 2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ഇതങ്ങ് എലമെൻറ്റ്സ് അങ്ങ് എല്ലാം അങ്ങനെ ഇങ്ങനെ ഇത് അബ്രീവിയേഷനാണ്. ഇതിൻ്റെ ചുരുക്കത്തിൽ ഇതിനകത്ത് എലമെൻറ്റ്സ് അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് ഈ മെട്രിക്സിനകത്ത് എലമെൻറ്റ്സ് അങ്ങ് എഴുതാം. എല്ലാ എലമെൻറ്റ്സും അങ്ങ് എഴുതി വെക്കണം. ഇപ്പോൾ 2 റോയും 2 കോളമേ ഉള്ളൂ ഇപ്പോൾ അല്ലേ. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് A11, 2 കോളമേ ഉള്ളൂ, A12 വരെ പോയാൽ മതി. അടുത്ത രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് A21, A22. രണ്ടാമത്തെ 2 കോളം വരെയേ ഉള്ളൂ, 2 റോയും 2 കോളമേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രാക്കറ്റ് നമുക്ക് ഇവിടെ വരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ ചുരുക്കത് അബ്രിവേഷൻ ആയിരിക്കും തരുന്ന മെട്രിക്സിൻ്റെ ജനറൽ രീതിയിലായിരിക്കും തരുന്നത്. ഇതിൻ്റെ അങ്ങ് അതിനകത്ത് എലമെൻറ്റ്സ് എല്ലാം അങ്ങ് എഴുതി വെക്കണം. എന്നിട്ട് ഇനി നമ്മുടെ ജോലി ഈ എലമെൻറ്റ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ഈ മെട്രിക്സിനകത്ത് കൊടുത്താൽ മാത്രം മതി. AIG ജനറൽ ഫോം തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് A11 എന്ന് പറയുന്ന റോ, ഈ 1 എന്ന് പറഞ്ഞ് അടുത്ത 1 എന്ന് പറഞ്ഞ കോളം, രണ്ടാമത് എഴുതിയിരിക്കുന്ന 1 കോളം, ആദ്യം എഴുതിയ 1 റോയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കൊടുത്ത് ഇതെല്ലാം എലമെൻറ്റ്സും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി. അപ്പോൾ A11 എങ്ങനെ കണ്ടുപിടിക്കാം? ഐക്ക് പകരം 1, ജെയ്ക്ക് പകരം 1 plus 2 into 1 the whole square by 2. അപ്പോൾ 1 plus 2 into 1 2, 1 plus 2 1 plus 2 the whole square by 2. അതായത് 3 square എന്ന് പറഞ്ഞാൽ 9 by 2. അപ്പോൾ ആദ്യത്തെ A11 കിട്ടിക്കഴിഞ്ഞു. 9 by 2 ആണ് ആ എലമെൻറ്റ്. ഇനി അടുത്ത A12 കാണണം. A12 ഐക്ക് പകരം 1, ജെയ്ക്ക് പകരം 2 the whole square by 2. അപ്പോൾ എത്ര വന്നു? 2 into 2 4 ആയി, 4 plus 1 5 ആയി. 5ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ എത്ര? 25 by 2. അടുത്തിനി നമ്മൾ ഏതാ കാണുന്നത്? A21 വരുമ്പോൾ എങ്ങനെ വരും? ഐക്ക് പകരമാണ്, ആദ്യത്തെ റോയാണ്, 2 എന്നുള്ള റോയാണ്, റോയെ സൂചിപ്പിക്കുന്ന 1 എന്നുള്ള കോളത്തിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഐക്ക് പകരം 2 കൊടുക്കണം, ജെയ്ക്ക് പകരം 1 കൊടുക്കണം. ദി ഹോൾ സ്ക്വയർ ബൈ 2. 2 into 1 2, 2 plus 2 4, 4ൻ്റെ സ്ക്വയർ 16, 16 divided by 2 8 ആണ്. കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് അല്ലാതെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത A22 കൂടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. A22 ഞാനിവിടെ താഴെ കണ്ടുപിടിക്കാം. ഐക്ക് പകരം 2, ജെയ്ക്ക് പകരം 2. ഐയും ജെയും രണ്ടും 2 ആണ്. 2 plus 2 into 2 the whole square by 2. 2 into 2 4, 4 plus 2 6, 6ൻ്റെ സ്ക്വയർ 36 by 2 18. ആൻസർ 18. 4 plus 2 6ൻ്റെ സ്ക്വയർ 36 divided by 2 18. ഈ എലമെൻറ്റ്സ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പേയ്ക്കകത്തോട്ട് ഇതിനകത്ത് എലമെൻറ്റ്സ് അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മാത്രം മതി. A11ൻ്റെ സ്ഥാനം നമുക്ക് കിട്ടിയത് 9 by 2 എന്ന് എഴുതണം. A12 25 by 2 എന്ന് എഴുതണം. A21 8 എന്ന് എഴുതണം. A22 18. സ്ക്വയർ ബ്രാക്കറ്റും കൊടുത്ത് മനസ്സിലായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളൊരു 2 by 2 മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിയും. നിങ്ങൾക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതായത് ചെയ്യാൻ പറ്റുമോ, വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഒരു 2 by 2 മെട്രിക്സ് തന്നെയാണ്. ഒരു 2 by 2 മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. കൺസ്ട്രക്ട് 2 by 2 മെട്രിക്സ് A = മെട്രിക്സ് AIG ആണ്. AIGയുടെ ഫോം ഇതാണ്. AIJ = 2 by 2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് AIGയുടെ ഫോം I ഡിവൈഡ് ബൈ J. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഇത് നിങ്ങളുടെ ബുക്കിൽ ചെയ്തിടണം. ഒരു 2 by 2 മെട്രിക്സ് ആണ്. ആ AIGയുടെ ഫോം I ഡിവൈഡ് ബൈ J എന്നാണ്.
I/J. അപ്പോൾ അങ്ങനെയാണ് എലമെൻറ്റ്സിന് ആദ്യം എലമെൻറ്റ്സ് എല്ലാം എഴുതുക, അതിനുശേഷം ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് എഴുതി ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ്. ഇത് ചെയ്ത് നോക്കിയ ശേഷം ബുക്കിനകത്ത് ചെയ്തിടണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ്. രണ്ട് മെട്രിക്സ് ഈക്വൽ ആകുന്നത് എപ്പോഴാണ്? ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ് എന്നാണ് ഹെഡിങ്. ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ്. ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ്. രണ്ട് മെട്രിക്സ് ഈക്വൽ ആകണമെങ്കിൽ, ഇപ്പോൾ എയും ബിയും രണ്ട് മെട്രിക്സും and we have two matrices. ഈ രണ്ട് മെട്രിസസ് എനിക്ക് ഈക്വൽ ആണ്, എ ഈക്വൽ ടു ബി. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ, രണ്ട് മെട്രിക്സ് ഈക്വൽ ആവേണ്ട കണ്ടീഷൻ എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ ഓർഡർ സെയിം ആയിരിക്കും. ഓർഡർ ഓഫ് ടു മെട്രിസസ് ആർ സെയിം. ഓർഡർ ഓഫ് ടു മെട്രിസസ് ആർ സെയിം. അതായത് രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ഫസ്റ്റ് നമ്മളതാണ് നോക്കുന്നത്. അങ്ങനെ ഓർഡർ സെയിം ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്യും. എലമെൻറ്റ്സ് എക്കകത്തെ കറസ്പോണ്ടിങ് എയുടെയും ബിയുടെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഏതാണെന്ന് നമുക്ക് നോക്കണം. ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് ബി. അപ്പോൾ അതാണ്. ഇപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് ഓർഡർ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ഓർഡർ സെയിം ആയിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ പിന്നെ ഇക്വേറ്റ് ചെയ്യേണ്ടത് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് ബി. അങ്ങനെ നമുക്ക് അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് വേരിയബിൾസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് ഇക്വാളിറ്റി ഓഫ് മെട്രിസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈക്വാളിറ്റി ഓഫ് മെട്രിസസ് വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം. ഇക്വാളിറ്റി ഓഫ് മെട്രിസസ് വെച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം. അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതാം. മെട്രിക്സ് 4 3 4 3 x 5. രണ്ടാമത്തെ മെട്രിക്സ് കൊടുത്തേക്കുന്നത് y z 1 5 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് വൈ സെഡ്. ജസ്റ്റ് മെട്രിക്സസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്. ദീസ് ടു മെട്രിക്സസ് ആർ ഈക്വൽ എന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ ആണ് നോക്കാം. ഇത് ഇസ് 2/2 മെട്രിക്സ്, ഇസ് 2/2 മെട്രിക്സ്. ഈക്വലാണ്, ഓർഡർ സെയിം ആണ്, ഇക്വേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓർഡർ സെയിം ആണെങ്കിൽ ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് ബി. ഇതിനകത്തെ ഈ ഫസ്റ്റ് മെട്രിക്സിനകത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ 4 ആണ്. സെക്കൻഡ് മെട്രിക്സിനകത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ y ആണ്. ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നു. y ഈസ് ഈക്വൽ ടു 4. പിന്നെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ് ഇവിടെ 3 ആണ്. ഫസ്റ്റ് റോയിലെ ഇവിടെ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ അകത്തെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇസഡ് ആണ്. ഇസഡ് ഈക്വൽ ടു 3. ഇപ്പോൾ വൈയും ഇസഡും കിട്ടി. ഇനി എക്സ് കൂടെ മതി. എക്സ് ഫസ്റ്റ് ഈ ഫസ്റ്റ് മെട്രിക്സിനകത്ത് ഏത് റോയിലെ ഏത് കോളത്തിലെ എലമെൻറ്റാണ്? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്. ഇവിടുത്തെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് ഏതാണ്? 1. അപ്പോൾ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഓർഡർ സെയിം ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരും. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് പ്ലസ് ഇസഡ് വൈ പ്ലസ് ഇസഡ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ടു മെട്രിക്സ് 9 5 7 9 5 7. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണെന്ന് പരിശോധിക്കണം. എത്ര? 1 ഇതിനെ ചേർത്ത് ഒരു സോണ്ട്, 2 3 ഒരു സോണ്ട്. എത്ര കോളം വരച്ചു? എക്സ് പ്ലസ് വൈ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒറ്റ എലമെൻറ്റ്, 3 എലമെൻ്റ് അല്ല, ഒറ്റ എലമെൻറ്റാണ്. അപ്പോൾ എത്ര
പ്ലസ് സെഡ് എന്ന് പറയുന്നത് ഒരു എലമെൻറ്റ്, എ പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റ എലമെൻ്റ് ആയിട്ട്. അപ്പോൾ എത്ര വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും? ഒരു വെർട്ടിക്കൽ. അപ്പോൾ ഇത് 3/1 മാട്രിക്സ്. റൈറ്റ് സൈഡിലെ മെട്രിക്സിൻ്റെ ഓർഡർ എത്ര? 9 ചേർത്തൊരു കുറച്ചുണ്ട് ലൈൻ, 5 ചേർത്തൊരു കുറച്ചുണ്ട് 7. അപ്പോൾ എത്ര കുറച്ചുണ്ട് ലൈൻ? 3. എത്ര വെർട്ടിക്കൽ ലൈനായി? 9, 5 ചേർത്ത് എത്ര വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം? 1. 3/1. രണ്ടിൻ്റെ ഓർഡർ സെയിം ആണ്. ഇനി ഓർഡർ സെയിം ആണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആണ് ഇക്വേറ്റ് ചെയ്യുക. ഇതിനകത്ത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് കിട്ടി. ഇതിനകത്ത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് ഏതാണ്? 9. ഇനി അടുത്ത ഇതിനകത്ത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് ഏതാണ്? എക്സ് പ്ലസ് ഇസഡ് ഈക്വൽ ടു ഇവിടുത്തെ റൈറ്റ് സൈഡിലെ അടുത്ത ഈ മെട്രിക്സ് നെക്സ്റ്റ് മെട്രിക്സിനകത്തെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് ഏതാണ്? 5. എഴുതി വെച്ചു. എക്സ് പ്ലസ് എക്സും വൈ ഇസഡും ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് കിട്ടിയത്. അടുത്ത തേർഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഏതാണ്? വൈ പ്ലസ് ഇസഡ്. ഇവിടെ ഏതാണ്? 7. ഇനി ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ എക്സും വൈ ഇസഡും ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് വൈ ഇസഡ് എന്നാണ് ചോദിച്ചത്. ഫൈൻഡ് എക്സ് വൈ ഇസഡ് ആണ് ചോദിച്ചത്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് വൈ ഇസഡ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കണ്ടാൽ അറിയാം, നമുക്ക് എക്സും വൈയും കാണാൻ ഇസഡും കാണാനായിട്ട് പ്രയാസമൊന്നുമില്ല. കാരണം എക്സ് പ്ലസ് ഇസഡ് 5 ആണ് തന്നിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഇവിടെ എക്സ് പ്ലസ് ഇസഡ് എന്ന് ഇവിടെ ചേർത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് 5 എന്ന് കൊടുത്താൽ അപ്പോൾ 5 പ്ലസ് വൈ ഇങ്ങനെയാണ്. 5 പ്ലസ് വൈ ശരിയല്ലേ? അപ്പോൾ തന്നിട്ടുണ്ട് എക്സ് പ്ലസ് ഇസഡ് 5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ വൈ ഇതിനകത്തുനിന്ന് എങ്ങനെ കാണും? 9 മൈനസ് 5 എത്ര കിട്ടി? 4. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വൈ പ്ലസ് ഇസഡ് എന്താണ്? വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 7. അപ്പോൾ വൈക്ക് ഞാൻ 4 എന്ന് കൊടുക്കുന്നു. 4 പ്ലസ് ഇസഡ് ഈക്വൽ ടു 7. അപ്പോൾ ഇസഡ് എങ്ങനെ വരും? 7 മൈനസ് 4. 4നെ കൂടെ റൈറ്റ് സൈഡിൽ കൊണ്ട് പ്ലസ് 4 ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? -4 ആകും. 7 മൈനസ് 4 എത്രയായി? 3 ആയി. അപ്പോൾ ഇസഡ് എത്ര കിട്ടിക്കഴിഞ്ഞു? ഇസഡിൻ്റെ വാല്യൂ 3 ആണ് കണ്ടു. വൈ എത്രയായി? 4 അങ്ങനെ. അപ്പോൾ വൈയും ഇസഡും കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് മാത്രം മതി? എക്സ് മാത്രം മതി. രണ്ടാമത്തെ ഇക്വേഷൻ അതിട്ട് കൊടുത്തു. എക്സ് പ്ലസ് ഇസഡിൻ്റെ വാല്യൂ എത്ര? 3. എക്സ് പ്ലസ് 3 ഈസ് ഇക്വൽ ടു 5. എക്സ് എത്ര വരും? 5 മൈനസ് 3 ഈക്വൽ ടു 2. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? എക്സും വൈ ഇസഡും കിട്ടിയേ. എക്സ് എത്ര എടുത്തെഴുതണം? എക്സ് ഈക്വൽ ടു എടുത്തെഴുതാം. എക്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. വൈ എത്ര കിട്ടിക്കഴിഞ്ഞു? വൈ ഇസ് ഈക്വൽ ടു 4 എന്ന് എടുത്തെഴുതണം. ഇസഡ് ഈക്വൽ ടു 3 എന്ന് നമ്മൾ ലാസ്റ്റ് ഇത് ചെയ്തിട്ട് അതിന് ശേഷം ഇങ്ങനെ ഒന്ന് എടുത്തെഴുതുന്നത് കൂടെ നല്ലതായി. അപ്പോൾ ഇന്ന് നമുക്ക് അത്രയും ക്ലാസ് മതി. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് തരാം. നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ബുക്കിനകത്ത് എഴുതണം. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അത് ചെയ്ത് നോക്കിയിട്ട് ആൻസർ നിങ്ങളുടെ ബുക്കിനകത്ത് എഴുതണം. അത് പിന്നെ എക്സ്പ്ലനേഷൻ ചെയ്യും. Which of the given values of x and y? Which of the given values of x and y make the following matrix? Make the following matrices are equal. Which of the following? Which of the given values? Find the value of x and y എന്ന് എഴുതിയാലും മതി. The value of x and y makes the following matrices are equal ആകുന്ന എക്സും വൈയും കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന മെട്രിക്സ് ഇതാണ്. 3x plus 7 5 y plus 1 3 minus 2 minus 3x ഇത് മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത മെട്രിക്സ് ഇതാണ്. 0 y minus 2 8 4. ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആകുന്ന എക്സും വൈയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ് ഉപയോഗിച്ച് അതിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് ഓർഡർ സെയിം ആണോ എന്ന് പരിശോധിക്കണം ആദ്യം. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഫസ്റ്റ് മെട്രിക്സും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സെക്കൻഡ് മെട്രിക്സും
കൂടെ ഇക്വേറ്റ് ചെയ്ത ഡിഗ്സ് കണ്ടുപിടിക്കാനാണ്. ഇത് ഈ ക്വസ്റ്റ്യന് ചെയ്ത് ബുക്കിലിടുന്നു. നമുക്കത് പിന്നീട് ഡിസ്കഷൻ ഉണ്ടാക്കാം.